ഈ സത്യം ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് എന്റെ ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന ഇലക്ട്രിക്കൽ ഷോപ്പ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വീട്ടുകാരനും തോന്നിക്കാളും ഇവരൊക്കെ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വയർ സൈസിനെ കുറിച്ചാണ്. വിവാദമായിട്ടുള്ള കണ്ടന്റ് ആണ് വയർ സൈസ്. ഇതപ്പ പറഞ്ഞാലും ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് തർക്കങ്ങൾക്കും ഇടവരുന്ന ഒരു കണ്ടന്റ് കൂടിയാണ്. വയർ സൈസ് എത്ര എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 1mm സ്ക്വയർ വയറുകളാണ്. അതിന് പ്രധാനപ്പെട്ട ഇലക്ട്രീഷ്യൻ പറയുന്ന കടക്കാർ പറഞ്ഞ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 വാട്ട്സിന്റെ 3 വാട്ട്സിന്റെ അല്ലെങ്കിൽ 9 വാട്ട്സിന്റെ LED വിളവല്ലേ എന്നുള്ളതാണ്. എന്നാൽ ഇവരൊക്കെ കണക്കാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാട്ട്സ് ഉണ്ടെന്ന് നോക്കും, അതിന് ആംബിയറിലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് വയറിന്റെ ബാക്കിലുള്ള ഇത് മാക്സിമം ഈ വയർ 1mm വയർ ഇത്ര ആംബിയർ സപ്പോർട്ട് ചെയ്യുമല്ലോ, അത് കടത്തി വിടുമല്ലോ, അത് താങ്ങുമല്ലോ കമ്പനികൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒറ്റ മാനദണ്ഡമാണ് അവർ യൂസ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് അവർ വയർ ചെയ്യുന്നത്. നമ്മൾ എങ്ങാനും റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിരലി അളക്കും. ഞാനത് നാഷണൽ ഇലക്ട്രിക് കോഡിലെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. നാഷണൽ ഇലക്ട്രിക് കോഡിലെ പറയുന്ന ഒരു ഭാഗം. ഓക്കെ, ക്രോസ് സെക്ഷൻ ഏരിയ എത്ര വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള പറഞ്ഞതാണ്. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, ആന്റിസിപ്പേറ്റ് ചെയ്യണം, ഫ്യൂച്ചറിൽ വരുന്ന കറണ്ട് അണ്ടർ നോർമൽ കണ്ടീഷനിൽ ഉള്ളത് ചെയ്യണം. പിന്നെ ഈ സാധനം ഇവരാരും കാണൂല, ഫാൾട്ടി ലെവൽ വിസ്റ്റാൻഡിംഗ് കപ്പാസിറ്റി അത് 1.5mm വയറിന്റെ അടിയിലോട്ട് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ട്. 1.5mm താഴെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾട്ടി ലെവൽ കപ്പാസിറ്റി കിട്ടത്തില്ല. വോൾട്ടേജ് ഡ്രോപ്പ് നോക്കണം, ഹാർമോണിക് നോക്കണം, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഈ പറഞ്ഞമാർക്ക് നോക്കണം. ഓക്കെ, ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല. ഈ ടേബിളിന്റെ താഴെ ഉള്ളത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ആ ടേബിൾ കറക്റ്റ് ആയിട്ട് വായിച്ചോളൂ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ലൈറ്റ് സർക്യൂട്ട് 1.5 കോപ്പർ വയർ വേണം. പവർ ഔട്ട്ലെറ്റ് 6 ആംപിയർ ആണെങ്കിൽ 1.5 വേണം. പവർ സർക്യൂട്ട് അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. 6 ആംപിയർ മുതൽ ഈ പറഞ്ഞമാർക്ക് 2 കിലോ വാട്ട്സ് വരെ 2.5 കോപ്പർ വയർ വേണം. ഇത്രയും കാര്യങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതിനെക്കുറിച്ച് പഠിക്കൂ, നാഷണൽ ഇലക്ട്രിക് കോഡ് പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് ആയിരിക്കണം നിങ്ങൾ വയറിംഗ് നടക്കേണ്ടത്, അല്ലാതെ 1mm വയറല്ല. ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത്രയും തീപിടുത്തങ്ങൾ, ഷോർട്ട് സർക്യൂട്ട് മുഖാന്തരമുള്ള തീപിടുത്തങ്ങൾ വരുന്നതെന്നുള്ളത്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഫാൾട്ടി ലെവൽ വിസ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത വയറുകൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് HVAC ഇതിന്റെയൊക്കെ ഡിസൈനിങ് കൺസൾട്ടിംഗ് ആണ്. ഞങ്ങൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വർക്കിന് നല്ലൊരു കൺസൾട്ടന്റ് ആവുകയാണെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യല്ലോ.